ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. ചക്കപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട്, അതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ചക്കപ്പഴത്തിൻ്റെ ചുള ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 എണ്ണത്തോളം ഉണ്ട്. ഇത് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. വരിക്ക ചക്കപ്പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇവിടെ പഞ്ചസാര ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഒരു 5-6 ഏലക്കായും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ നമ്മുടെ ചക്കപ്പഴം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചക്കപ്പഴവും ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ അരച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നെയ്യ് മതിയാവും. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചക്കപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. ചക്കപ്പഴം ഇട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ തീ നമ്മൾ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിതൊന്ന് വരട്ടിയെടുക്കാൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തെ വെള്ളമയം ഒക്കെ മാറി നല്ലതായിട്ടൊന്ന് ടൈറ്റായിട്ട് വരും. ആ ഒരു രീതി ആവുന്നിടം വരെ നമ്മളിതൊന്ന് വരട്ടി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചക്കപ്പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചക്കപ്പഴത്തിൻ്റെയും അതുപോലെ നെയ്യും ഇട്ടിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം എല്ലാം വറ്റി നല്ല ടൈറ്റായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മളിത് തേങ്ങയും ചക്കപ്പഴം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. 1/2 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടാവുമല്ലോ, അതിട്ട് കൊടുത്താൽ മതിയാവും. അരിപ്പൊടി വറുത്തതായതുകൊണ്ട് ഈ പാലിലും ഇതിലും കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ചക്കപ്പഴവും അതുപോലെ തേങ്ങയും കൂടെ ഇട്ട് മിക്സാക്കിയത് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ നമുക്ക് ഇനി ഇതൊന്ന് ആക്കിയെടുക്കണം. ഈ പാലെല്ലാം വറ്റി വരണം. പാലെല്ലാം വറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോൾ ഏകദേശം ഒരുവിധം നന്നായിട്ടൊന്ന് പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. പഞ്ചസാരയും ഏലക്കായും കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ പഞ്ചസാര ഒന്ന് അലുത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്നും കൂടെ ലൂസായി വരും. ലൂസായി കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാര അത് കട്ടിയായിട്ടങ്ങ് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് വീണ്ടും കിട്ടുന്നതാണ്. ഇളക്കി കൊടുത്ത് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ പഞ്ചസാരയൊക്കെ എല്ലായിടത്തും മിക്സായി അത് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ പരുവത്തിനായിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മൾ ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്നിത് മയപ്പെടുത്തിയെടുക്കണം. ചൂടോടുകൂടി തന്നെ മയപ്പെടുത്തിയെടുക്കണം. നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാവുന്ന ആ ഒരു ചൂട് തന്നെ നമ്മളിത് മയപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മയമുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ചെയ്യാം. കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് അങ്ങ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ വേറൊരു ഷേപ്പിലേക്കാണ് എടുക്കുന്നത്. അതിനായിട്ട് ചപ്പാത്തി പലയിൽ ആദ്യമേ ഒന്ന് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം ഡോയിൽ നിന്ന് കുറച്ച് പോർഷൻ ഒന്ന് എടുക്കുക. പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക. തീരെ നൈസായിട്ട് പരത്തരുത്. നമുക്ക് ഒരുവിധം തിക്നെസ്സിൽ തന്നെ വേണം. നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. സൈഡ് നല്ല ഷാർപ്പായിട്ടുള്ള ബൗളാണ്. അത് വെച്ചിട്ട് ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ആ ബൗളൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇതുപോലെ ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു ഷേപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് അത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്താലും മതി. എന്നിട്ടത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഷേപ്പിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ സൈഡൊന്നും പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തേക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്നിടം വരെയാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്കിതിനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ പീസസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ പീസസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാണാനുള്ള ഭംഗിക്കാണ്. പിന്നെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് തേൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേനിൻ്റെയും പഞ്ചസാരയുടെയും എല്ലാം കൂടി ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.